അങ്ങനെ ഇത്ര സമരം ചെയ്യുന്നപ്പോൾ കട്ടിയേണ്ട കാര്യം സേവനം കൊടുക്കാതെ അതിനകത്ത് തന്നെ ഉണ്ട് സാറേ, വിഭാഗീയത അതിനകത്ത് സാറേ സേവനം കൊടുക്കുന്നുണ്ട്. അവർക്ക് മതിയായ സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ വേതനം ലഭിക്കാത്തതിന്റെ അടിസ്ഥാനം സമരത്തിന് പോയത്. സാറും നാളെ സമരത്തിന് പോകും. സാറ് സമരം ചെയ്തിട്ടില്ല. അവരുടെ അവകാശങ്ങൾ സമരം ചെയ്ത് നേടിയെടുക്കുന്ന കേരളത്തില്. ഇന്ത്യയിൽ മൊത്തം അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ അങ്ങനെ, ഇന്ത്യയിൽ മൊത്തം ലോകത്തിൽ അങ്ങനെ, ലോകത്തിൽ അങ്ങനെ. സാറിന് കാര്യം ചെയ്യേണ്ടത് അവർക്കുള്ള ആളാണെന്ന് ഞങ്ങൾക്കറിയാം സാറേ. ഞങ്ങളത് ഇരക്കേട്ടാ വന്നത്. സാർ അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തത് ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും അങ്ങനെ സാർ ഞങ്ങളെ കളിയാ. എന്റെ ഒരു ഉത്സാഹമാണ് സാറേ. അല്ലല്ല, സാറിന്റെ സംസാരത്തിനകത്ത് സാർ കളിയാക്കി സംസാരിക്കുമല്ലോ സാറേ. ഈ ആശാപ്രവർത്തകർ രാഷ്ട്രീയത്തിന്റെ പേരിലല്ലേ ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഈ പാവപ്പെട്ടവർക്ക് അവർക്ക് കൊടുത്ത് ഇവർക്ക് കൊടുത്തില്ല. അത് തന്നെ രാഷ്ട്രീയമാണല്ലോ. 1950 സാറിനെ തെറ്റിപ്പോയി സാറേ. സാർ ശിവൻകുട്ടി മന്ത്രിയുടെ ഒപ്പം സംസാരിക്കാം സാറേ. 1950 എന്ന് പറയും. 1950 സാർ പറഞ്ഞു. സാർ കഴിവില്ല. അതുകൊണ്ടാണ് സാറ് 35 വരെ മാറ്റി നിർത്തിയത്. സാർ അതുകൊണ്ട് എടുക്കാനായി കഴിവുള്ള ആളായാണ് 35 വരെ മാറ്റി നിർത്തിയത്. ബാക്കി 5 പേർക്ക് കൊടുത്തത്. സമരത്തിന് പോയത് ഇത് വന്നാണ് താങ്കൾ പറഞ്ഞത്. സമരത്തിന് 375 പേരാണ്. ഇന്നിവരെ മാറ്റി നിർത്തിയെന്താ സാറേ? അത് കാരണം ഞാൻ പറഞ്ഞല്ലോ, സേവനം കിട്ടുന്നില്ല. ഒരൊറ്റ ദിവസം സാർ ഈ പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റുണ്ട്. എന്താണെന്നറിയാമോ? ഒരൊറ്റ ദിവസം കൊണ്ട് 13-ാം തീയതി ഒരു പഞ്ചായത്തിലെ 35 പേരും സേവനം നടത്തുന്നില്ല. ഒറ്റ ദിവസം സാർ കണ്ടുപിടിച്ചല്ലോ. ഇത്രയും നാൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഒരൊറ്റ ദിവസം നിങ്ങൾ കണ്ടുപിടിച്ചു എന്നാണ്. 13-ാം തീയതി എന്ന് പറയുന്നത് ആ ഒരു ദിവസത്തില്, ആ ഒരൊറ്റ ഡേറ്റില് നിങ്ങൾ 35 പേര് ഒരു പഞ്ചായത്തില് അവിടെ സേവനം നടത്തുന്നില്ല എന്നുള്ള കണ്ടുപിടുത്തോ? അതെന്ത് കണ്ടുപിടുത്തോ? നിങ്ങൾ ഏത് തരത്തിലുള്ള കണ്ടുപിടുത്തം നടത്തിയേക്കുന്നത്? അതാണ് ഞാൻ മനസ്സിലാകാത്തത്. 35 പേരെ നിങ്ങൾ ഒരൊറ്റ ദിവസം കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കിയതാ. ബാക്കി ഇത്രയും ദിവസം അവിടെ സേവനം നടന്നില്ലായിരുന്നോ? 35 അല്ല, നിങ്ങൾ എല്ലാവരും ആലോചിച്ചേ. 35 പേര് ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് സേവനം ഇല്ലാതായത്. ബാക്കി ആരും മുന്നേ ദിവസങ്ങളോ? ആ ഒരു പഞ്ചായത്തിനെ മൊത്തത്തിൽ നിങ്ങൾ ഫ്രെയിം ചെയ്താ, അവിടുത്തെ ആശാ വർക്കറെ മൊത്തം ഫ്രെയിം ചെയ്താ. ഇവിടെ മാത്രം സെലക്ട് ചെയ്തെന്താ സാറേ? അതിന് ആ കൂട്ടത്തിലുള്ള 5 പേരും അല്ലെങ്കിൽ സാർ ഒരു കാര്യം ആ ഓർഡറായി കൊടുക്കാനുള്ള സംവിധാനം ചെയ്യും. സാറിന്റെ പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ, സാർ അതിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ, ഞാൻ സാർ അതിന് ഉത്തരവാദിയല്ലെങ്കിൽ അവർക്കുള്ള ഓർഡറിനെ കൊടുത്തേക്ക്. ഞങ്ങളെ നോക്കിയാ ഞങ്ങളെ പോയേക്കാം. ഏത് പരിശോധന സാറേ? ഏത് പരിശോധന സാറേ? അവരേത് കൊടിയാ പിടിക്കുന്നതെന്ന് സാർ നോക്കുവോ? ആ കൊടി പിടിച്ചിട്ടാണോ സാറ് ശമ്പളം കൊടുക്കുന്ന പറഞ്ഞാൽ ജോലി ചെയ്തു നോക്കും. ഈ 13-ാം തീയതി മാത്രം ഒരു പഞ്ചായത്തിലെ 35 പേര് ജോലി ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അതെന്ത് വാദം? ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സംഭവം. ആ ഒരൊറ്റ ഡേറ്റിൽ മാത്രം 35 പേരൊന്നും ചെയ്തില്ല എന്നുള്ളത്. ബാക്കി ഇത്രയും ദിവസം, ബാക്കി എല്ലാ ദിവസവും സേവനം നടത്തിയല്ലോ. നിങ്ങളുടെ വാദം അതാണല്ലോ. ബാക്കി എല്ലാ ദിവസവും സേവനം നടത്തി എന്നുള്ളതാണ് നിങ്ങളുടെ വാദം. എന്നാൽ ഒരൊറ്റ ഡേറ്റിൽ മാത്രം അത് സമരത്തിന് പോയി എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ശമ്പളം പിടിച്ചിരിക്കുന്നത് ശരിയല്ല. സമരം ചെയ്ത് തന്നെയാണ് എല്ലാവരും അവരുടെ അവകാശം സ്വാഭാവികമായിട്ടും മാറ്റണമെന്ന് പറഞ്ഞു. ആശമാരെ പൂച്ചോ സമരം പിടിക്കാനും സിന്താ പിടിക്കാനും എല്ലാം വിളിച്ചോണ്ട് പോകാനുള്ള ഭീഷണിപ്പെടുത്തി ഓർഡർ ചെയ്തപ്പോൾ അവർ ഈ കോവിഡ് കാലം ഈ നാട് മൊത്തം ഇറങ്ങണം. വഞ്ചിച്ചോരു സർക്കാരെ, അധികാരികളെ കണ്ണു തുറക്കൂ, പാവപ്പെട്ട ആശാപ്രവർത്തകർ തെരുവോളങ്ങളിൽ സമരം ചെയ്യുന്നു. നീതിയില്ലേ, അധികാരികളെ കണ്ണു തുറക്കൂ. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം.
പ്രതിഷേധം പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കണ്ണു തുറക്കൂ കണ്ണു തുറക്കൂ കണ്ണു തുറക്കൂ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ പാവപ്പെട്ട ആശാപ്രവർത്തകരെ പാവപ്പെട്ട ആശാപ്രവർത്തകരെ വഞ്ചിച്ചോരു സർക്കാരെ വഞ്ചിച്ചോരു സർക്കാരെ വഞ്ചിച്ചോരു സർക്കാരെ വഞ്ചിച്ചോരു സർക്കാരെ പ്രതിഷേധം 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 യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ സാർ ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങളിവിടെ ഇരിക്കും സാർ ഞങ്ങളിവിടെ ഇരിക്കും സാർ. അങ്ങനെ കരുതണം. നിങ്ങൾ പറയാം ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാർക്ക് ആശാപ്രവർത്തകർക്ക് കുറച്ചെങ്കിലും നീതി കിട്ടാൻ വേണ്ടി ഞങ്ങൾ വന്നത്. എന്റെ സാർ എല്ലാവരുടെയും പേര് എഴുതിയിട്ട് വല്ല ലിസ്റ്റ് വല്ലതും കൊടുക്കാനോ നാട്ടിൽ കൊടുക്കാനോ ചോദിച്ചതാ.